ഉണ്ടാകുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിസ്മയകരമായ വൈരുദ്ധ്യമാണ്. സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ പിറന്നു വീണത് ഒരു നിസ്സാരമായ കാലിത്തൊഴുത്തിൽ. മാറ്റത്തിന്റെ ഉടയവൻ ഏറ്റവും താഴ്ന്നിടം തിരഞ്ഞെടുത്ത ഈ സംഭവം എളിമയുടെ സാന്നിധ്യം ലോകത്തിന് വെളിപ്പെടുത്തുന്ന മഹത്തായ ഒരു സന്ദേശമാണ്. എന്തിനാണ് ദൈവപുത്രൻ നിസ്സാരത തിരഞ്ഞെടുത്തത്? ദൈവത്തിന് വേണമെങ്കിൽ ഏറ്റവും പ്രൗഢമായ കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു. എന്നാൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും അകന്ന് വൈക്കോൽ മധ്യേ അവിടുന്ന് കിടന്നു. പണവും പ്രതാപവും ഇല്ലാത്തവർക്കും ദൈവത്തെ സമീപിക്കാൻ അവകാശമുണ്ടെന്ന് കാലിത്തൊഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ മൂല്യം ബാഹ്യമായ അലങ്കാരങ്ങളിലോ സ്ഥാനങ്ങളിലോ അല്ല, മറിച്ച് ശുദ്ധമായ സ്നേഹത്തിലും വിനയത്തിലുമാണ്. ദൈവപുത്രൻ തന്റെ ജീവിതം മുഴുവൻ എളിമയുടെ സാന്നിധ്യം ലോകത്തിന് വെളിപ്പെടുത്തി. അവിടുത്തെ ജനനം ഒരു ദാസന്റെ രൂപത്തിലാണ്. ദൈവിക മഹത്വം വെളിപ്പെട്ടത് അത്ഭുതകരമായ എളിമയിലൂടെയാണ്. ഈ എളിമയുടെ സാന്നിധ്യം നമ്മെ പഠിപ്പിക്കുന്നു. താഴ്മയാണ് ദൈവികതയുടെ മുഖമുദ്ര. പ്രിയമുള്ളവരെ, കാലിത്തൊഴുത്ത് നൽകുന്ന സന്ദേശം ലളിതവും ശക്തവുമാണ്. നിസ്സാരതയിൽ മഹത്വമുണ്ട്. എളിമയാണ് ദൈവത്തിന്റെ ശക്തി കുടികൊള്ളുന്നത്. നമ്മുടെ ഹൃദയമാകുന്ന കാലിത്തൊഴുത്തിൽ ദൈവത്തിന് ഇടം നൽകാം. വിനയവും സ്നേഹവും മുഖമുദ്രയാക്കി ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കട്ടെ. ജയ് വിശലി.